അടിപൊളി ക്ലൈമറ്റ് ആയിട്ട് എന്ത് രസം തന്നെ കാണാൻ. കേറിയപ്പോ ഞാൻ ഭയങ്കരമായിട്ട് വെറുത്തുപോയി, പക്ഷെ ഇറങ്ങിയപ്പോ ഈ വ്യൂ ഒക്കെ കാണുമ്പോഴല്ലേ കിട്ടിയില്ല, ഒന്നും പറയാനില്ല. നിങ്ങൾ എന്തായാലും വന്നിരിക്കണ ഈ സ്ഥലം. നമ്മുടെ നാട്ടിൽ മൊത്തം 800 രൂപ ചെലവ് വരുള്ളൂ. എല്ലാവർക്കും നമസ്കാരം, നിഫിം വ്ളോഗ്സ് ആണ്. ഞാനിപ്പോൾ ഉള്ളത് മലേഷ്യയിലെ ബുത്തിം ബിങ്താനിലാണ്. ഈ മെക്ഡൊണാൾഡ്സിന്റെ തൊട്ടപ്പുറത്താണ് താമസിക്കുന്നത്. ഇപ്പോഴും പറയാ, മലേഷ്യ വരുമ്പോ ഇവിടെ ഒന്ന് താമസിച്ചാൽ മതി. ഇവിടെ താമസിച്ചാൽ എല്ലാവർക്കും കണക്ട് ചെയ്യാം. ഞങ്ങളത് സിഗ്നലിൽ നിൽക്കാം കേട്ടോ. ഈ സിഗ്നല് ഭയങ്കര ടൂറിസ്റ്റ് സ്പോട്ടാണ്. കാരണം ഈ സിഗ്നലിന് വേണ്ടി മാത്രം ആൾക്കാർ വരുന്നുണ്ട് കാണാൻ. ഇന്ന് എന്റെ കൂടെയുള്ളത് ആർദാനാണ് പേര്. ഹീസ് ഫ്രം തുർക്കി എന്നാണ്. കണ്ട, ഹോസ്റ്റലിലേക്ക് താമസിച്ച പല രാജ്യക്കാരായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ആർദ ഭയങ്കര ചുള്ളനല്ലേ, നല്ല ഗ്ലാമറാണ്. നിങ്ങൾക്ക് കമന്റ് ചെയ്യും. KL പോകുന്നത് ടോക്കൺ എടുക്കണം. ടോക്കൺ ഇവിടുന്ന് പൈസ കൊടുത്താൽ കിട്ടില്ല. ഇങ്ങനെ ഒരു സ്ക്രീൻ കാണും. ഇതിൽ ഇവിടെ നിൽക്കാം, കോലാലംപൂർ നിൽക്കാം. ഇപ്പൊ 2.5 1 രൂപയുടെ നോട്ട് ഇങ്ങനെ ഓരോന്ന് കിടത്തി വിടാം. ഇവിടെ 50 പൈസയുടെ കോയിൻ ഇടാം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ടോക്കൺ കിട്ടും. ഈ ടോക്കൺ ഇവിടെ വെക്കുക, സാധനം തുറന്നു. ഇത്രയുള്ള ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. ബുക്കിംഗ് ബിങ്താങ്ങിൽ നിന്ന് KL പ്ലാറ്റ്ഫോം നമ്പർ 2 കിടക്കുക. മോണോറെയിൽ പിടിച്ച് പോയാൽ മതി. ഈസി ആക്സസിബിൾ ആണ്, ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇന്ന് പോകുന്നത് ഗെറ്റിംഗ് ഐലൻഡിലേക്കാണ് പോകുന്നത്. അവിടെ ബുത്തിം ബിങ്താന്ന് KL സെന്ററിലേക്ക് പോവുക, അതായത് കോലാലംപൂർ സെന്റർ. അതിന് മുൻപ് അല്ലെങ്കിൽ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടും. ബസ് ടിക്കറ്റ് കിട്ടും. 10 റിംഗറ്റ് ഉള്ളൂ. നമ്മുടെ നാട്ടിൽ 200 രൂപയുള്ളൂ. റെഡ് ബസ് എടുക്കുക. കോലാലംപൂർ അടിച്ചിട്ടുണ്ട് ഞാൻ. ഗെറ്റിംഗ് ഐലൻഡ് 4 ഇന്ന് ഞാൻ പോകണു. ഇപ്പൊ ബസ് എപ്പോഴാന്ന് നോക്കിയും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ റെഡ് ബസ്സിൽ ബുക്ക് ചെയ്യാൻ നോക്കിയതാണ്, പക്ഷേ ഇതിൽ ക്യാഷ് ഓൺ ഇല്ല. ഇത് മൊത്തം പേയ്മെന്റ് കാര്യങ്ങളുണ്ട്. എൻ്റെ ആണെങ്കിൽ ഇവിടുത്തെ കാർഡിലൊന്നുമില്ല. നമ്മുടെ മാസ്റ്റർ കാർഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ അതിന് ഓരോ പേയ്മെന്റിന് നല്ല പൈസ. 400 രൂപയുടെ പേയ്മെന്റിന് 100 എക്സ്ട്രാ കൊടുക്കണം. ഭയങ്കര ഷോക്കാണ് ഫെഡറലിന്റെ മാസ്റ്റർ കാർഡ് പുറത്ത് യൂസ് ചെയ്യാൻ. എനിക്കതും കാർഡ് മാറ്റണം. അങ്ങനെ നമ്മൾ KL സെന്ററിലേക്ക് എത്തി. അപ്പൊ കോയിനിന്റെ ഉള്ളിലിടാം. തുറന്നു. ഇതൊരു KL സെന്ററിലാണ്, ഒരു മാള് പോലെ പണിത് വെച്ചേക്കണേ. ഈ KL സെന്ററിലാണ് ഇവിടെയുള്ള ട്രെയിനും ബസ്സും മെട്രോയും എല്ലാം കണക്ട് ചെയ്യുന്നുണ്ട്. കുറേ ഷോപ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. KL സെന്ററിലേക്ക് വരാം. ബസ് സ്റ്റേഷൻ എവിടെയാണെന്ന് ഇവിടെ ചോദിച്ചു പോവാം. കാരണം ഫസ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് അറിയത്തില്ല. കാരണം ഞാനും ചോദിച്ചു പോകണം, അതുകൊണ്ട് അറിഞ്ഞോണ്ടാണ്. ബസ് സ്റ്റേഷനും ട്രെയിനും മോണോറെയിൽ കണക്ട് ചെയ്യണ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് മെയിൻ സ്ഥലം. നമ്മൾ കോലാലംപൂർ എയർപോർട്ടിൽ നിന്ന് വരുന്നത് ഈ ഭാഗത്തേക്കാണ്. ഈ ഭാഗത്ത് വന്നിട്ട് നമ്മൾക്ക് താഴത്ത് പോകണം. ബസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പം കാണിച്ച സ്ഥലമല്ലേ, അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മുടെ ബസ് സ്റ്റേഷൻ വരുന്നത്. മുകളിലാണ് മോണോറെയിലും ട്രെയിനും വരുന്നത്. എയർപോർട്ടിൽ നിന്ന് ബസ് എടുത്ത് വരുമ്പോൾ നിൽക്കുന്നത് ഈ സ്ഥലത്താണ്. അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. ഇത്ര ക്യൂ ആണ്. ഇവര് ഗെറ്റിംഗ് ഐലൻഡ് എന്ന് പറയും, നമ്മൾ ജെന്റിങ് ഐലൻഡ് എന്ന് പറയും. T ആണ് അവിടെ വരുന്നത്. ഇവരുടെ പ്രൊണൗൺസിയേഷൻ ഗെറ്റിംഗ് ഐലൻഡ് എന്നാണ്. എന്തായാലും അവിടെ എത്തും. നമ്മൾക്ക് ഇവിടെ ക്യാഷ് അവൈലബിൾ ഇല്ല ഈ കൗണ്ടറിൽ. നമുക്ക് കാർഡ് വെച്ചിട്ട് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ടിക്കറ്റ് കാര്യങ്ങളെല്ലാം. എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഇവിടെ മാസ്റ്റർ കാർഡ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യാം, ക്രെഡിറ്റ് കാർഡ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യാം. അത് വെച്ചിട്ട് നിങ്ങൾക്ക് 10 റിംഗറ്റ് ഉള്ളൂ, അത് ചെയ്യാം. പക്ഷേ ചാർജസ് പിടിക്കും. അതാണ് ഏറ്റവും വലിയ ഇതിൻ്റെ ഷോ. ഇപ്പോൾ ബസ് ഇവിടെ നിൽക്കുകയാണ്. 2 മണിക്കാണ് കൃത്യം ഡോർ തുറക്കുള്ളൂ. അപ്പോൾ നമുക്ക് കയറാൻ പറ്റും. ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഗെറ്റിംഗ് ഐലൻഡ് AC ബസ്സാട്ടോ. AC ബസ് നല്ല തണുപ്പും. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. ഇവിടെ നിന്ന് തൊട്ടടുത്താണ് സ്കൈവേ കാണുന്നത്. വരുന്ന വഴിയിലേ, അതായത് നമ്മുടെ മൂന്നാർ പോകുന്നില്ലേ കേരളത്തില്ല, ആ ഒരു സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. നമ്മൾ വണ്ടി ഇറങ്ങിയ തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ സ്കൈവേന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ സ്കൈവേയിലേക്ക് നമ്മൾ നേരെ പോവാം. ഇവിടുന്ന് നമുക്ക് സ്കൈവേ ടിക്കറ്റ് എടുക്കാം. 10 റിംഗറ്റ് ഉള്ളൂ. എന്നിട്ട് തിരിച്ചു വരുമ്പോഴും ഇവിടെ ബസ് ടിക്കറ്റ് ഉണ്ട് കൗണ്ടർ. അവിടെ നിന്ന് ബസ് ടിക്കറ്റ് എടുക്കുക. തിരിച്ച് നമ്മൾ കോലാലംപൂർ പോവാം. ഈസി ആക്സസിബിൾ ആണ് മൊത്തത്തിൽ. ഇവിടെ ഒരു മലയാളി ഫാമിലിനെ കിട്ടിയത് കോലാലംപൂർ വെച്ച് കിട്ടിയതാണ്. പേര് മണികണ്ഠൻ. പഴയ പേരും പുതിയ ലുക്കും. അപ്പൊ ഇവര് ബാംഗ്ലൂരാണ്, അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നേക്കണാണ്. സ്കൈവേ ടിക്കറ്റ് കൗണ്ടർ ഇറ്റ്സ് ക്ലോസ്. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് 1 വേ ഉണ്ട്, 2 വേ ഉണ്ട്. 1 വേക്ക് 11, 2 വേക്ക് 19 ഉള്ളൂ. അപ്പോൾ 2 വേ 2 പേര്. നെക്സ്റ്റ് നമുക്ക് ഈ കാർഡ് കിട്ടിയിട്ടുണ്ട്. മലേഷ്യയിൽ വരുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മാസ്റ്റർ കാർഡാണ്. ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ. എനിക്ക് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷന് പൈസ പിടിക്കുന്നുണ്ട്. അതെന്തും മര്യാദയാണെന്ന് എനിക്കറിയാം. നിസ്സാരം. അതായത് 200 രൂപ കൊടുത്താൽ മതി നമ്മുടെ നാട്ടിൽ. അതിന് 100 രൂപ അവർ എക്സ്ട്രാ പിടിക്കും.
ഓരോ ട്രാൻസാക്ഷന്. ഈ പുള്ളി തുർക്കിയാണ്. ഈ പുള്ളിയുടെ കാർഡ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഈ പുള്ളിക്ക് എക്സ്ട്രാ ചാർജ് ഒന്നുമില്ല. ഞാൻ ആ പുള്ളിക്ക് പൈസ കൊടുക്കും, പുള്ളി ടാപ്പ് ചെയ്ത് കാർഡ് എടുക്കും. വി ഹാവ് ടു ടാപ്പ് ഓവർ ഹിയർ. ഇവിടെ ടാപ്പ് ചെയ്ത് ഇങ്ങനെ കയറാം. ഇതുപോലത്തെ ഒരു സാധനത്തിൽ അങ്ങനെ കയറി പോവാണ്. എനിക്ക് തോന്നിയിരിക്കുന്നത് എന്നിട്ടാണെന്നറിയോ, ഈ രാജ്യം ഫിസിക്കലി വയ്യാത്ത ആൾക്കാർക്കും പ്രായമുള്ള ആൾക്കാർക്കും സ്പെഷ്യൽ പ്രിവിലേജ് കൊടുക്കുന്ന ഒരു നാടായിട്ട് എനിക്ക് തോന്നിയേക്കണം. ബ്രോ, ഇതിങ്ങനെ പതുക്കെ നടക്കും, നമ്മളിങ്ങനെ കയറണം. ഇതാണ് ഹൈലൈൻ. ഇതൊന്നും കാണാൻ പറ്റുള്ള കാരണം എന്ന് വെച്ചാൽ മഴ പെയ്ത് ഫോഗ് ആയിട്ടിരിക്കുക. ഒരു മലയുടെ മുകളിലേക്ക് സ്കൈ ലൈനിൽ പോവാണ്. അവസാനം ഡെസ്റ്റിനേഷനിലേക്ക് എത്താണ്. ഇവിടെ ഒരു ഫാമിലി കാര്യങ്ങളല്ലാണ്ട് നമ്മള് ഇറങ്ങാണ്. എന്റെ പൊന്നി, എന്ത് തണുപ്പാന്നറിയോ. സ്കൈ ഹൈലൈനിലെ അടിപൊളിയാണ് സംഭവം. ഫോഗ് ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല. ഹെവി റെയിൻ ആയതുകൊണ്ട് ഇടയ്ക്ക് നിർത്തുമ്പോൾ അങ്ങടും ഇങ്ങടും കാണാറുണ്ട്. വാള് വെക്കാതെ എനിക്ക് വന്നു. പക്ഷെ ഫോഗില്ലെങ്കിൽ അടിപൊളിയാണ്. ഗെറ്റിംഗ് ഹൈലൈനിൽ എത്തുന്ന ഒരു മാളിലേക്കാണ്. ഇവിടെ ഷോപ്പിംഗ് കാര്യങ്ങളല്ലാണ്ട് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഹൈലൈൻ തന്നെയാണ്. എന്തും മഴയാ നോക്കിയേ. നല്ല ക്ലൈമറ്റ് ആട്ടോ. ചൂടിന്ന് തണുപ്പിലേക്ക് വന്നപ്പോ നല്ല രസമുണ്ട്. മഴയും ഫോഗൊക്കെ കാരണമുണ്ടേ ഇതൊരു മലയുടെ മുകളിലാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വരുന്നത്. പോണ വഴികളെല്ലാം അടിപൊളി, ഒന്നും പറയാനില്ല. ഇവിടെ പബ്ലിക് സ്മോക്കിംഗ് ഒരു പ്രശ്നമില്ല കേട്ടോ. ആർക്ക് വേണമെങ്കിൽ ഇവിടെ സ്മോക്ക് ചെയ്യാം. ഞാൻ കണ്ടോളത്തോളം എനിക്ക് അതാണ് മനസ്സിലായേ. ഇവിടെ പബ്, ഫുഡ് അങ്ങനത്തെ ഏരിയാസ് ആണ് മൊത്തത്തില്. മലയുടെ മുകളിലൊരു മാള് പണിത് വെച്ചേക്കെന്താ. ഈ മാളിയിൽ വെറുതെ സ്കൈ ഹൈലൈൻ വെച്ചിട്ട്. ഇതാണ് ടൂറിസം. ഇങ്ങനെയായിരിക്കണം ടൂറിസം. This guy best. Just follow, click and like. വലിയൊരു പ്ലേ ഏരിയയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കാസിനോ കാര്യങ്ങളെല്ലാം ഉണ്ട്. കാസിനോക്ക് പുള്ളിക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ കൂടെ ഞാൻ അവിടേക്ക് പോവാം. കാസിനോ കാണാൻ. കാസിനോയില് എനിക്ക് കയറാൻ പറ്റും, ഇവന് കയറാൻ പറ്റില്ല. കാരണം ഇവന് ഈ ജൂണിൽ 21 വയസ്സാവുള്ളൂ. അപ്പോഴേ കയറാൻ പറ്റുള്ളൂ. എനിക്ക് കയറിയില്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. കാരണം എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും താല്പര്യമില്ല. ക്യാമ്പിളിങ്, വെള്ളടി കാര്യങ്ങളൊന്നും താല്പര്യമില്ല. പിന്നെ ഇത് കാണാനൊരു വൈബുണ്ട്. എനിക്ക് എക്സൈറ്റഡ് ആയത് ഹൈലൈനിൽ കയറിയിട്ട് ഒരു മലയുടെ മുകളിലത്തെ ഒരു അടിപൊളി ഒരു ഏരിയ കാണാമെന്ന് പറഞ്ഞാൽ അതൊരു ഹാപ്പിനെസ്. ഈ പ്ലേ ഏരിയ എന്ത് രസമാണെന്ന് നോക്കിയാൽ. ആൾക്കാർ ഫുൾ എൻഗേജ്ഡ് ആണ്. എന്ത് വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ എൻജോയ് ചെയ്യാം. നല്ല വൃത്തിയുണ്ട് കേട്ടോ. നല്ല വൃത്തിയുണ്ട് കാണാൻ എല്ലാ സ്ഥലങ്ങളും. എത്രയും പ്രതീക്ഷയില്ല മലേഷ്യ. ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് പരിചയപ്പെട്ടു. യുവർ നെയിം? My name is Dan. From Malaysia. മലേഷ്യയിലാണ്. അടിപൊളിയാണ്. ഇതാണ് ഭയങ്കര ഹാപ്പിനെസ് ആണ്. This is my wife. Come. Yes, this is അപ്പൊ പാടെ ഭാര്യയാണ്. ഇതായിരുന്നു. ഭാര്യ ഭയങ്കര ഷൈയാണ്. പക്ഷെ so happy to meet you. Thank you. Very happy. Alright. If you get a chance to India, just come and explore India. Okay. Welcome to the Malaysia. Thank you. Alright. ഇതില് ഒന്ന് പരന്ന് കിടക്കാട്ടോ. ഇവിടെ മൊത്തം ഫുഡ് കോർട്ടാട്ടോ. നമ്മുടെ നാട്ടിലെ പ്രൈസിനേക്കാൾ വളരെ കുറവാണ്. 200-300 രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല ഫുഡും കാര്യങ്ങളെല്ലാം കിട്ടും കേട്ടോ ഇവിടെ. ഈ ഗെറ്റിംഗ് ഹൈലാൻഡിലെ ഫുഡ് വളരെ അഫോർഡബിൾ ആണ്. നമ്മുടെ നാട്ടിലെ 200 രൂപ അല്ലെങ്കിൽ 210 രൂപ കൊടുത്ത ഈ ഡ്രിങ്കും 4 പീസ് ചിക്കനും കുറെ ഫ്രഞ്ച് ഫ്രൈസും എല്ലാം കിട്ടും കേട്ടോ. ഈ പുള്ളിനെ കണ്ടില്ലേ? ഈ പുള്ളിനെ പരിചയപ്പെട്ട. ഈ പുള്ളിക്ക് തമിഴ് അറിയാം, മലയാളം അറിയാം, മിക്ക ലാംഗ്വേജ് അറിയാം. കേരളത്തിൽ വന്നിട്ടുണ്ട്, തമിഴ്നാട്ടിൽ വന്നിട്ടുണ്ട്. അബുദാബി. യു ആർ ഫ്രം അബുദാബി, റൈറ്റ്? Yes. യുവർ നെയിം? Musab. Musab. I'm not from Abu Dhabi actually. Originally I'm from Sudan. From East North Africa. Okay. But I live there. Okay. അവരുടെ ഫ്രണ്ട്സ് ആണ്. പുള്ളി ഫുട്ബോൾ പ്ലെയർ ആണോ. അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, എവിടെ പോയാലും മലപ്പുറംകാരെ കുറിച്ച് പറയാനുള്ളൂ. ഫുട്ബോൾ എന്ന് പറയുമ്പോൾ അപ്പം തന്നെ ഇരിക്കാം മഞ്ചേരി അല്ലേ. ഇതിങ്ങനെ പതുക്കെ വരും. നമ്മളിങ്ങനെ നടന്നുകൊണ്ട് കയറണം. ടെൻഷനൊന്നുമില്ല, അങ്ങനെ വീഴൊന്നുമില്ല. കണ്ടോ എത്ര പേര് അതിൻ്റെ ഉള്ളിൽ കയറി തുറന്നത് കയറാം. എന്റെ മോനെ, ഞാൻ കേറിപ്പില്ലേ ഫുൾ ഫോഗായിരുന്നു. ഇപ്പൊ ഫോഗിക്ക് പോയിട്ട് ഒരു അടിപൊളി ക്ലൈമറ്റ് ആയിട്ട് എന്ത് രസം കാണാൻ. കേറിയപ്പോ ഞാൻ ഭയങ്കരമായിട്ട് വെറുത്തു. പക്ഷെ ഇറങ്ങിയപ്പോ ഈ വ്യൂ ഒക്കെ കാണുമ്പോഴല്ലേ കിട്ടിയില്ല, ഒന്നും പറയാനില്ല. നിങ്ങൾ എന്തായാലും വന്നിരിക്കണ ഈ സ്ഥലം. നമ്മുടെ നാട്ടിൽ മൊത്തം 800 രൂപ ചെലവ് വരുള്ളൂ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. കിട്ടിയില്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ പോയിപ്പോ അധികം ഇഷ്ടപ്പെട്ടില്ല. കാരണം മഴ പെയ്താറുണ്ട്, നമുക്ക് കാണാനേ പറ്റുന്നില്ല. മഴയില്ലാത്തപ്പോ എന്ത് രസം അറിയൂ. എന്ത് അടിപൊളി. ഒരു മലയുടെ മുകളിലേക്ക് ഈ സാധനം കയറി പോണേ. തിരിച്ചു വന്നപ്പോഴതിന്റെ റിയൽ ബ്യൂട്ടി എന്താണെന്ന് മനസ്സിലായി. ഞാൻ സജസ്റ്റ് ചെയ്യണു, ഈ സ്ഥലം എന്തായാലും പോയി കണ്ടോളൂ.